മിന്നൽ വേഗത്തിൽ DSP ഫെർണാണ്ടസ് ഡോക്ടർ മാർട്ടിൻ പെരേരയെ പിടിച്ചു തള്ളിയതുകൊണ്ട് വെടിയുണ്ട സീലിംഗിൽ തൂക്കിയിരുന്ന വിലയേറിയ ക്രിസ്റ്റൽ ലൈറ്റിന്റെ കൊളുത്തിലാണ് ചെന്ന് തറച്ചത്. ലൈറ്റ് കാർപ്പറ്റ് വിരിച്ച തറയിൽ വീണ് ചിന്നിച്ചിതറി. ലക്ഷ്യം തെറ്റിയ ഡോക്ടർ വീണ്ടും നിറയൊഴിക്കാനായി ഭാവിച്ചപ്പോൾ DSP അദ്ദേഹത്തെ കയറി പിടിച്ചുകൊണ്ട് അലറി, ഡോക്ടർ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അടുത്ത നിമിഷം ഡോക്ടർ ശാന്തനായി. റിവോൾവർ പോക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം രഞ്ജിത്തിനെയും മെർലിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തിനാടി ഇവനെ വീട്ടിൽ കയറ്റിയത്? ഇയാൾ നിങ്ങൾ അന്വേഷിച്ച് വന്നതാണ്. മെർലിൻ, കള്ളം പറയരുത്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, രഞ്ജിത്ത് പറഞ്ഞു. ഷട്ടപ്പ്, യു ആർ എ ബിച്ച്, മെർലിൻ അവനെ ക്രുദ്ധനായി നോക്കിക്കൊണ്ട് പറഞ്ഞു. മെർലിൻ, നീ അകത്ത് പോകൂ. ഡോക്ടർ അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം തുടർന്നു. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത വിധം ഇവൻ കടുത്ത മാനസിക രോഗിയായി തീർന്നിരിക്കുകയാണ്. ഭാര്യയെ കൊല ചെയ്തു കഴിഞ്ഞുടൻ എന്റെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ സ്വാധീനിച്ച് കൊലപ്പെടുത്തി. ഇരയെ കിട്ടാതെ വന്നപ്പോൾ ഇവൻ അന്വേഷിച്ചിറങ്ങിയത് കണ്ടില്ലേ? ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു തീരുന്നതിന് മുമ്പ് രഞ്ജിത്ത് പരിസരം മറന്ന് അലറിക്കൊണ്ട് തുടർന്നു. നിങ്ങൾ ഒരു ഡോക്ടറല്ല, മൃഗമാണ്. എനിക്ക് യാതൊരു രോഗവുമില്ല. ഈ കൊലപാതകങ്ങൾ നടത്തിയത് മറ്റാരോ ആണ്. അവൻ പറഞ്ഞത് ഗവനിക്കാതെ ഡോക്ടർ പെരേര DSPയോട് പറഞ്ഞു, സർ, ഇവനെ എത്രയും വേഗം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകൂ. മെർലിന്റെ മൊഴി എടുത്തിട്ടില്ല. വേണ്ട, ദയവ് ചെയ്ത് ഞങ്ങൾ അപമാനിക്കരുത്. ഡോക്ടർ വിഷമിക്കേണ്ട, ഇവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് അറിയണമല്ലോ. അവൾ താങ്കളോട് ചുരുക്കത്തിൽ പറഞ്ഞില്ലേ, ഇനി പിന്നീട് ചോദ്യം ചെയ്യുന്നതായിരിക്കും ഭംഗി. പ്ലീസ്. DSP ഫെർണാണ്ടസിന് ഡോക്ടറുടെ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. രഞ്ജിത്തിനെ തന്റെ കാറിൽ കയറ്റിക്കൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. വാതിൽ അടച്ചുപൂട്ടിയിട്ട് ഡോക്ടർ സ്റ്റെയർ കേസ് കയറി കിടപ്പുമുറിയിലെത്തി. ഫോമത്തയുടെ ഓരത്ത് തല കുമ്പിട്ടിരിക്കുകയായിരുന്ന മെർലിൻ സാവധാനം തലയുയർത്തി ഭർത്താവിനെ നോക്കി. മെർലിൻ, ശബ്ദം താഴ്ത്തി അദ്ദേഹം വിളിച്ചു. ഈ വീട്ടിൽ മര്യാദയ്ക്ക് താമസിക്കാൻ നിന്നെക്കൊണ്ടാവില്ല അല്ലേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാടി. കുപ്പക്കുഴയിൽ കിടന്ന നിന്നെ പൂമത്തയിൽ പിടിച്ചു കിടത്തിയ ഞാനാണ് തെറ്റുകാരൻ. അവൻ നിങ്ങൾ അന്വേഷിച്ച് വന്നതാണ്. അർദ്ധരാത്രിയിൽ വന്ന് വിളിച്ചവൻ ആരാണെന്നറിയാതെ എന്തിനാണ് വാതിൽ തുറന്നത്? അവൻ ഇതിനു മുമ്പും ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നാണ് അവനെ മനോഹരം പിടിച്ചുകൊണ്ടുപോയത്. ഇനിയും നീ പുരുഷവേട്ടം നിർത്തിയില്ലെങ്കിൽ, താക്കീതിന്റെ സ്വരത്തിൽ ഡോക്ടർ പെരേര പറഞ്ഞു. നിർത്തിയില്ലെങ്കിൽ? അതേ ശബ്ദത്തിൽ മെർലിൻ ചോദിച്ചു. നിന്നെ ഞാൻ കൊന്നുകളയും. എങ്കിൽ കൊല്ല്. മെർലിൻ എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. പുരുഷത്വമില്ലാത്ത ഒരു ഭർത്താവിന് സ്ത്രീത്വമുള്ള ഭാര്യയെ കൊല്ലാൻ അവകാശമില്ല. എന്ത്? നിങ്ങളെ കൊല്ലേണ്ടത് ഞാനാണ്. എന്നിലെ സ്ത്രീയെ ദയാവധം ചെയ്യുന്ന നിങ്ങളെയാണ് വെടിവെച്ച് താഴെയിടേണ്ടത്. മെർലിൻ, എന്നെ ഭയപ്പെടുത്തേണ്ട. ഞാൻ കുപ്പക്കുഴിയിൽ ജനിച്ചവളായതുകൊണ്ട് എന്തുമാകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണോ? അതെ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കാത്തതാണ് കഷ്ടം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ പരപുരുഷനോടൊപ്പം കിടക്ക പങ്കിടാൻ അനുവദിക്കണമെന്നാണോ പറയുന്നത്? ഒരു സ്ത്രീക്ക് നൽകാനുള്ളതൊന്നും നിങ്ങളുടെ പക്കലില്ല. അപ്പോ പിന്നെ ദാഹിക്കുന്നവർ വെള്ളം കുടിക്കണ്ടേ? ഇത്ര പച്ചയായി സംസാരിക്കാനും നീ പഠിച്ചു കഴിഞ്ഞു. ദയവായി നമ്മൾ തമ്മിലുള്ള വിവാഹമോചനം നടത്തൂ. എന്തിന്? എനിക്ക് ഞാൻ ജനിച്ച കുപ്പക്കുഴി മതി. അവിടെ കിടന്ന് നിന്റെ ഈ സൗന്ദര്യം നശിച്ച് വികൃതമാകും. ആയിക്കൊള്ളട്ടെ, എന്നാലെങ്കിലും മനസ്സിന് സമാധാനം കിട്ടുമല്ലോ. പുരുഷ സംസർഗമില്ലാതെ ഒരു സ്ത്രീക്ക് ജീവിക്കാനാവില്ലെന്ന് സൈക്കോ തെറാപ്പിസ്റ്റായ എന്നോട് പറയരുത്. എങ്കിൽ എന്നെ സൈക്കോ തെറാപ്പിക്ക് വിധേയമാക്കൂ, ഒരു പുരുഷ വിരോധിയാക്കൂ. അതിന് നിന്റെ മനസ്സാദ്യം കീഴടങ്ങണം, അനുസരിക്കണം. എന്നിലെ സ്ത്രീത്വം അടിയറ വയ്ക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നിനക്ക് ഞാൻ തന്ന ഡമ്മി എവിടെ? വേസ്റ്റ് പിന്നെ കിടപ്പുണ്ട്. ജീവനും മജ്ജയും മാംസവും ഭർത്താവുമുള്ള എനിക്ക് റബ്ബർ മനുഷ്യന് ആവശ്യമില്ല. സമൂഹത്തിലുള്ള എന്റെ വിലയും നിലയും സുന്ദരിയായ ഭാര്യ കാരണം നഷ്ടപ്പെടും. നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ വിവാഹമോചനം, അല്ലെങ്കിൽ എന്റെ ഭർത്താവായി ജീവിക്കണം. ഇത് രണ്ടും സാധ്യമല്ല. പിന്നെ എന്തിനാണ് ഷാനിയെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? അത് അത് അവളുടെ സംശയം എന്നെ ഉത്തരം മുട്ടിച്ചതിന്. ശരി, അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹോമിക്കപ്പെടണം അല്ലേ? ഭാരത നാരികൾ ഭർത്താവിനോട് വിധേയത്വമുള്ളവളായിരിക്കണം. മെർലിൻ തീ പാർന്ന കണ്ണുകളോടെ ഭർത്താവിനെ നോക്കി. എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം കുറച്ചു നേരം
കസേരയിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചതിന് ശേഷം എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഒരമ്മയാകാൻ മോഹമില്ലേ? ഉണ്ട്. നിന്റെ അഭിലാഷം ഞാൻ സാധിച്ചു തരാം. വേണ്ട, എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകണം. അത് സാധിച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ അതിപ്പോഴാകാമല്ലോ. എന്താ മറുപടി പറയാത്തത്? ഉത്തരം മുട്ടിപ്പോയോ? ഡോക്ടർ ഒന്നും പറയാതെ എഴുന്നേറ്റ് തന്റെ സ്വകാര്യ മുറിയിൽ കയറി ഷാമ്പയിന്റെ കുപ്പിയെടുത്ത് തുറന്ന് 2 കവിൾ കുടിച്ചിട്ട് അലമാരയിൽ വെച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മെർലിൻ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. അവൾ ബാൽക്കണിയിൽ ചെന്ന് പുറത്തേക്ക് നോക്കി. കാറിന്റെ ചുവന്ന വെളിച്ചം കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് കിടക്കമുറിയിൽ കയറി നിലക്കണ്ണാടിയുടെ മുമ്പിൽ സ്വന്തം പ്രതിബിംബത്തെ നോക്കി വളരെ സമയം നിന്നു. നിരാലംബരായ തന്റെ മാതാപിതാക്കളെ പോറ്റാനായി താൻ ഇത്രയും വലിയ സാഹസം ചെയ്യേണ്ടതുണ്ടോ എന്ന് അവൾ ചിന്തിച്ചു. സ്വയം ഹോമിക്കപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് ജീവിത സൗഭാഗ്യം ലഭിക്കുക. മാസം തോറും ഡോക്ടർ മാർട്ടിൻ പെരേര അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. മകൾ ഉയർന്ന ജീവിത സൗഭാഗ്യങ്ങളോടെ മണിമാളികയിൽ കഴിയുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ കരുതുന്നത് പോലെ താൻ ധനാഢ്യനായ ഡോക്ടറുടെ ഭാര്യയാണ്. ജീവിക്കുന്ന യന്ത്രമാണെന്ന് ആരും അറിയില്ലെന്ന് മാത്രം. ഇതിലും എത്രയോ ഭേദമാണ് കൂലിപ്പണി ചെയ്ത് പുരുഷനായ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് ജീവച്ഛവം പോലെ ഫോമെത്തയിൽ മലർന്നു കിടന്നു. സ്വർണ്ണ കമ്പികൾ കൊണ്ട് നിർമ്മിച്ച കൂടിനുള്ളിൽ ഏകാകിനിയായി കഴിയുന്ന കിളിയെപ്പറ്റി അവൾ ചിന്തിച്ചു. മോഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയാതെ തന്റെ മരണം വരെ അവശേഷിക്കുമെന്ന് തോന്നുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്നയുടൻ തലേ രാത്രിയിലെ സംഭവങ്ങളെപ്പറ്റി അവൾ ഓർത്തു. ബെഡ് കോഫിയുമായി എത്തിയ ബാബുവിനോട് അവൾ ചോദിച്ചു, രഞ്ജിത്ത് മാനസിക രോഗിയാണെന്ന് എല്ലാവരും പറയുന്നു. നേരാണോ ബാബു? അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. ശരിയാണ്, എന്നാൽ അയാൾക്ക് ഭ്രാന്താണ്. ഇന്നലെ എൻ്റെ കഴുത്ത് ഞെരിക്കാൻ വന്നു. ഡോക്ടർ വന്ന് സംസാരിക്കുന്നതും പിണങ്ങിപ്പോകുന്നതും ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ഭ്രാന്താണ്. ഡോക്ടർ പറയുന്നത് കൊച്ചമ്മ അനുസരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലല്ലോ. ഇല്ല, എനിക്ക് അദ്ദേഹത്തോട് പകരം വീട്ടണം. കൊച്ചമ്മയുടെ ജീവിതമല്ലേ നശിക്കുന്നത്? നശിക്കട്ടെ. ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കുന്നതിന് നല്ലത് നശിക്കുന്നതാണ്. എന്ന് ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ വന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? സത്യം പറയണം. വീണ്ടും പുലുവാലാവില്ലേ? ഞാൻ ക്ലബിലാണ് പോകുന്നത്. ബെഡ് കോഫി കുടിച്ചിട്ട് മർലിൻ കുളിമുറിയിലേക്ക് കയറിപ്പോയി. 10 മണിയോടെ ഉടുത്തൊരുങ്ങി ഒരു അപ്സരസിന്റെ വശ്യതയും സുഗന്ധവും സൗന്ദര്യവുമായി റോഡിലേക്ക് ഇറങ്ങി. ഒരു ടാക്സി പിടിച്ച് അവൾ ക്ലബിലെത്തി. മെർലിനെ കണ്ടയുടൻ സൊസൈറ്റി മഹിളകളെല്ലാം ചുറ്റും കൂടി. 1 വർഷം മുമ്പ് ഡോക്ടർ പെരേരയോടൊപ്പം മെർലിൻ ക്ലബിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് എത്തുന്നത്. ഇന്നത്തെ ലഞ്ച് മെർലിന്റെ വകയാവട്ടെ, ഒരു മഹിള അഭിപ്രായപ്പെട്ടു. അതിനെന്താ, ആകാമല്ലോ. അവൾ സമ്മതം പ്രകടിപ്പിച്ചു. ഡോക്ടർ എവിടെ? അദ്ദേഹത്തിന് എപ്പോഴും തിരക്കല്ലേ? കള്ളം. എത്ര തിരക്കാണെങ്കിലും ഡോക്ടർ ഇവിടെ എത്തുമായിരുന്നല്ലോ. വിവാഹം കഴിച്ചതിന് ശേഷമാണ് വരാതിരിക്കുന്നത്. എൻ്റെ ഹസ് എപ്പോഴും നിങ്ങൾ രണ്ടുപേരെയും പറ്റി പറയാറുണ്ട്. മെർലിന് വിശേഷമൊന്നും ആയില്ലേ? മറ്റുള്ളവർ ചോദിച്ചു. അത് കേട്ടയുടൻ മെർലിന്റെ മുഖത്തെ പ്രസന്നത നഷ്ടപ്പെട്ടു. ഐ എം സോറി മെർലിൻ. വരൂ, നമുക്ക് അല്പനേരം ക്യാരംസ് കളിക്കാം. അവർ ഹാളിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് നടന്നു. സമ്പന്നർ മാത്രം സമ്മേളിക്കുന്ന നഗരത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബായിരുന്നു സിൻഡിമെന്റ് ക്ലബ്ബ്. രാപ്പകൽ ഭേദമില്ലാതെ സിൻഡിമെന്റ് ക്ലബ്ബ് എപ്പോഴും സജീവമായിരുന്നു. സന്ധ്യയാകുമ്പോഴേക്കും തിരക്ക് വർദ്ധിക്കും. ദമ്പതിമാരും അവരുടെ പ്രായപൂർത്തിയായ മക്കളും ക്ലബിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. രാത്രി 12 മണിവരെ അവിടെ ബഹളമാണ്. ഇണയെ കണ്ടെത്തുന്നതിനും ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ പാചക രീതിയെപ്പറ്റിയും ഫാഷനെ പറ്റി പറയുന്നതിനും അവർ സമയം ചെലവഴിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയുമാണ് ലക്ഷ്യം. ഡോക്ടർ മാർട്ടിൻ പെരേര വിവാഹത്തിനു മുമ്പ് സിൻഡിമെന്റ് ക്ലബിലെ നിത്യ സന്ദർശകനായിരുന്നു. ക്ലബിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കുതിച്ച ഒരു പെൺകുട്ടി ദിവസവും എത്താറുണ്ടായിരുന്നു. വ്യവസായ പ്രമുഖനായ ആന്റണിയുടെ ഏക മകൾ ലില്ലി. സിൻഡിമെന്റ് ക്ലബിൽ നിന്നും അവർ ഒന്നിച്ച് നിശാ ക്ലബുകളിലേക്കും ബീച്ചിലേക്കും താവളം മാറ്റി. 2 പേരുടെയും വിവാഹം നടക്കുമെന്നുവരെ ഏതാണ്ട് ഉറപ്പായതാണ്. ഒരു ദിവസം 2 പേരും തെറ്റിപ്പിരിഞ്ഞു. കാരണം എന്താണെന്ന് ലില്ലി കൂട്ടുകാരികളോട് പോലും പറഞ്ഞില്ല. ഡോക്ടറുടെ വിവാഹം കൂടി കഴിഞ്ഞതായി കേട്ടപ്പോൾ അവൾ ക്ലബിൽ സ്ഥിരമായി എത്തുന്ന പതിവ് നിർത്തി. പിന്നെ വല്ലപ്പോഴുമേ ക്ലബിലേക്ക് അവൾ പോയിരുന്നുള്ളൂ. ആഴ്ചയിൽ 1-2 തവണ മാത്രം.
മെർലിനും മറ്റു മഹിളകളും ക്യാരംസ് കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലില്ലി അങ്ങോട്ട് നടന്നു ചെന്നത്. ഹലോ ലില്ലി, ഒരാൾ ലില്ലിയെ അഭിവാദ്യം ചെയ്തു. ഹലോ. അവൾ പ്രത്യഭിവാദനം ചെയ്തിട്ട് ദേവതയെപ്പോലെ പ്രകാശം പരത്തുന്ന മെർലിനെ അത്ഭുതത്തോടെ നോക്കി. നീ ഇയാളെ അറിയില്ലേ? ലില്ലിയുടെ കൂട്ടുകാരിയും വിവാഹിതയുമായ കുസുമം ചോദിച്ചു. ഇല്ല, ഡോക്ടർ പെരേരയുടെ മിസ്സിസാണ്. ലില്ലിയുടെ മുഖം മങ്ങി. മെർലിൻ പുഞ്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അവൾ കൃത്രിമ പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു, എന്താണ് പേര്? മെർലിൻ. എൻ്റെ പേര് ലില്ലി. വെറും ലില്ലി അല്ല, കുസുമം പറഞ്ഞു. ഡോക്ടറുടെ പഴയ ഹാൻഡാണ്. കുസുമം, ലില്ലി ശബ്ദമുയർത്തി വിളിച്ചു. അതിനെന്താടി? ഡോക്ടർ നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നുവെന്ന് കേട്ടാൽ മെർലിൻ ആത്മഹത്യ ചെയ്യുമോ? തന്നെയുമല്ല, അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഇനി ഡോക്ടറെ കണ്ടില്ലെങ്കിൽ മെർലിൻ ശ്രദ്ധിച്ചുകൊള്ളുമല്ലോ. ഒരു ഫലിതം പറഞ്ഞതുപോലെ കുസുമം പൊട്ടിച്ചിരിച്ചു. കൂട്ടുകാരികളെല്ലാം ചിരിയിൽ പങ്കുചേർന്നു. ഓക്കെ, നമുക്കിനി ലഞ്ച് കഴിക്കാം, കുസുമം തുടർന്നു. ഇന്ന് മെർലിന്റെ കെയർ ഓഫിലാണ് ലഞ്ച്. ചൈനീസ് ഫുഡ് തന്നെ ആയിക്കൊള്ളട്ടെ. മെർലിൻ എതിർത്തൊന്നും പറഞ്ഞില്ല. അവർ ക്ലബിലെ ലോണിൽ പോയി ഓലക്കുടയ്ക്ക് കീഴിൽ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നു. അപ്പോഴാണ് മെർലിന്റെ കണ്ണുകൾ അടുത്ത ഓലക്കുടയുടെ കീഴിൽ ഒറ്റയ്ക്കിരുന്ന് ബിയർ കുടിക്കുന്ന യുവാവിന്റെ മുഖത്ത് പതിച്ചത്. അടുത്ത നിമിഷം അവൾ അറിയാതെ എഴുന്നേറ്റുപോയി. അതെ, അയാൾ തന്നെ. അവളുടെ മനസ്സ് പിറുപിറുത്തു. കുറ്റിത്താടിയും ചപ്ര തലമുടിയും ചുവന്ന കണ്ണുകളുമുള്ള യുവാവ്. ചൂണ്ടുവിരലിലിട്ട് വട്ടം കറക്കുന്ന കീച്ചെയിൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. അവൻ യാദൃശികമായി മുഖം തിരിച്ചപ്പോൾ മെർലിനെ കണ്ടു. 4 കണ്ണുകൾ കൂട്ടിമുട്ടി. റാംജിത്തിന്റെ ചോരക്കണ്ണുകൾ മെർലിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി കഴുകനെ പോലെ കൊത്തി വലിക്കാൻ തുടങ്ങി. സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് താനിപ്പോൾ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് തളർന്നു വീഴുമെന്ന് മെർലിന് തോന്നി. വയ്യ, പിടിച്ചു നിൽക്കാൻ വയ്യ. ഇനിയും ഏതാനും നിമിഷങ്ങൾ കൂടി കൊഴിഞ്ഞു വീണാൽ വരിഞ്ഞു മുറുകി നിൽക്കുന്ന മനസ്സിന്റെ കമ്പികൾ പൊട്ടിത്തകരും. അവൾ സാവധാനം കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് കുസുമം അവളുടെ തോളിൽ സ്പർശിച്ചു. മെർലിൻ. അവൾ അതിശക്തമായി നടുങ്ങിക്കൊണ്ട് കഴുത്ത് വെട്ടിച്ച് കുസുമത്തെ നോക്കി. അപ്പോഴാണ് പരിസരബോധം തിരികെ കിട്ടിയത്. എന്തുപറ്റി മെർലിൻ? കശുവണ്ടി ഫാക്ടറി ഉടമയുടെ ഭാര്യ എലിസബത്ത് ചോദിച്ചു. ഓ, ഒന്നുമില്ല. നോ നോ, സംതിങ് ഈസ് ദേർ. ഒന്നുമില്ല, ജാളിത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെന്താ മെർലിൻ ഒരു വല്ലായിക? കുസുമം വീണ്ടും ചോദിച്ചു. അയാൾ ആരാണെന്നറിയാമോ? നമ്മുടെ ക്ലബിലെ മെമ്പറല്ല, ആരുടെയോ പേയിങ് ഗസ്റ്റ് ആയിരിക്കും. ആരുടെ ഗസ്റ്റ് ആണെന്ന് നമുക്കൊന്ന് തിരക്കിയാലെന്താ? എന്തിന്? അല്ലെങ്കിൽ വേണ്ട. അല്ല, എന്തോ കാര്യമുണ്ട്. അയാൾ പഴയ ക്യാമ്പസ് കാമുകനാണോ? എലിസബത്ത് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഇരിക്കാൻ വഴിയില്ല. അതുവരെ നിശബ്ദയായിരുന്ന അംബുജാക്ഷി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഭിനയിച്ച നാടകത്തിന് അല്പം കൂടി ട്രാജഡി കാണുമായിരുന്നു. മെർലിനെ ആരെങ്കിലും മോഹിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പെൺകുട്ടികൾ കണ്ടാലും വായിൽ വെള്ളം ഊറിപ്പോകുന്ന സൗന്ദര്യമല്ലേ. എല്ലാവരും ചിരിച്ചു. അപ്പോൾ ലില്ലി പറഞ്ഞു, ഞാൻ പോയി അയാളോട് സംസാരിച്ചിട്ട് വരാം. ശരി, നീ മാത്രമാണല്ലോ അവിവാഹിത, അതുകൊണ്ട് പോയി അല്പം കുശലം പറഞ്ഞിരുന്നിട്ട് വരൂ. ലില്ലി എഴുന്നേറ്റ് റാംജിത്തിന്റെ അടുത്തേക്ക് പോയി. അവർ അവന് അഭിമുഖമായി കസേരയിലിരുന്നു. അവർ എന്തൊക്കെയോ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം വെയിറ്റർ മെനുവുമായി എത്തി. കുസുമം മെനു എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, 5 നൂഡിൽസും ഫ്രൈഡ് റൈസും ടൊമാറ്റോ ചട്നിയും. ലില്ലിക്ക് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്യണോ? അംബുജാക്ഷി വിളിച്ചു ചോദിച്ചു. നോ. ആ ശബ്ദം മെർലിന്റെ നെഞ്ചിൽ അസ്ത്രം പോലെ ചെന്ന് തറച്ചു. ഇത്ര വേഗം അയാൾ അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയെന്നോ? അയാൾ മാന്ത്രികനാണോ? ഇത്ര വലിയ വശീകരണ ശക്തിയുള്ള ചെറുപ്പക്കാരുണ്ടോ? അവൾ കൺകോണിലൂടെ അങ്ങോട്ട് നോക്കി. അപ്പോൾ ലില്ലി വെയിറ്ററെ കൈയാട്ടി വിളിക്കുന്നത് കണ്ടു. മെനു വാങ്ങി എന്തൊക്കെയോ അവൾ പറഞ്ഞു. റാംജിത്ത് ഇടയ്ക്ക് മെനുവിൽ വിരൽ അമർത്തി വെയിറ്ററോട് എന്തോ പറഞ്ഞിട്ട് ലില്ലിയെ നോക്കി ചിരിച്ചു. വെയിറ്റർ പോയി. അപ്പോൾ കുസുമം 3 പേരോടുമായി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇത്രയും തെറിച്ചൊരു പെണ്ണ് ഈ ടൗണിൽ കാണുകയില്ല. ഇത്രയും സോഷ്യലാവാൻ പാടില്ല. അംബുജാക്ഷി പറഞ്ഞു. ഷെയിംലെസ് ഗേൾ. ഇവളുടെ ഫാദർ ഈ സമ്പാദിച്ചു കൂട്ടുന്ന പണത്തിന്റെ 100-ൽ-1 അംശം കൊടുത്താൽ രാജകുമാരന് വിലയ്ക്ക് വാങ്ങാൻ കഴിയുമല്ലോ. ഈ സ്വഭാവത്തിന് ആരെ കിട്ടും? ഡോക്ടർ വിട്ടുകഴിഞ്ഞതിൽ പിന്നെ ഇത് 4ാമത്തെ ആളാണ് വരവീശിയിരിക്കുന്നത്. അവൾ സംസാരിക്കട്ടെ, നമുക്കെന്താ? മെർലിൻ നിർവികാരതയോടെ ചോദിച്ചു.
മെർലിനാണ് ആദ്യം വല വീശിയത് അല്ലേ? കുസുമം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരെ നോക്കരുതെന്നുണ്ടോ? മെർലിൻ ചോദിച്ചു. നോക്കാം, ഇങ്ങനെ കൊല്ലുന്ന നോട്ടം പാടില്ല മെർലിൻ, കുസുമം പറഞ്ഞു. ഭർത്താവ് ഉള്ളതുകൊണ്ട് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണമെന്നില്ലല്ലോ. വേണ്ട, അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും സഹകരിച്ചും അങ്ങ് ജീവിക്കണം. ഭാരതനാരികൾ ഇതൊക്കെ സഹിക്കണം. കുസുമം പഴംപുരാണം പറയാതെ. പണ്ട് ഏതോ പ്രാപിടിയം ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇതെല്ലാം. പുരുഷനെ പോലെ സ്ത്രീക്കും സ്വപ്നങ്ങളില്ലേ? മെർലിൻ ഒരു ജീനിയസ് ആണല്ലോ എലിസബത്തെ. ഡോക്ടർ കൂടാതെ ഇത്തിരി ഔട്ട്സൈഡ് പ്രേമം കൂടി ആകണമെന്നാണല്ലോ ഇഷ്ടത്തിയുടെ ഭാവം. ആവശ്യമെങ്കിൽ മെർലിൻ വിട്ടുകൊടുത്തില്ല. ഏ അപ്പോ ഇപ്പോഴും ഭൂമി തണുത്തുറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല, അല്പ സ്വതന്ത്രമായി പറഞ്ഞതേ ഉള്ളൂ. വെരി ഗുഡ്. ഇത്രയും നാൾ വീടിനുള്ളിലിരുന്ന് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഗുണമുണ്ട്. നമുക്ക് ഒരു സിമ്പോസിയം സംഘടിപ്പിക്കണം. അവർ എല്ലാവരും മേശപ്പുറത്ത് കൈയടിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വെയിറ്റർ ആഹാര സാധനങ്ങളുമായി എത്തി. എല്ലാം മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് അയാൾ പോയി. ലില്ലിക്കും റാംജിത്തിനുമുള്ള വിഭവങ്ങളുമായി എത്തി. 2 കുപ്പി ബിയർ, പൊരിച്ച കോഴി, ചപ്പാത്തി, സാലഡ്. റാംജിത്ത് ബിയർ കുപ്പി എടുത്ത് ഓപ്പണർ ഉപയോഗിച്ച് തുറന്നിട്ട് 2 ഗ്ലാസുകളിലേക്ക് പകർന്നു. ബിയർ മൊത്തി കുടിക്കുന്നതിനിടയ്ക്ക് ലില്ലി കൂട്ടുകാരികളെ ഒളികണ്ണിട്ട് നോക്കി. കുസുമവും സംഘവും അവളെപ്പറ്റി തന്നെ സംസാരിച്ചിരുന്നുകൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് തലയുയർത്തി നോക്കിയ എലിസബത്ത് പറഞ്ഞു, ദാ 2 പേരും പോകുന്നു. അപ്പോഴേക്കും അവർ ലോണിൽ നിന്നും ക്ലബിന്റെ വരാന്തയിലേക്ക് കയറാൻ തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് മെർലിൻ ചാടി എഴുന്നേറ്റു. ലില്ലി, ലില്ലി! അവൾ പരിസരം മറന്നു വിളിച്ചു. എന്തു പറ്റി മെർലിൻ? കുസുമൻ ചോദിച്ചു. അവൾ ചോദിച്ചത് മെർലിൻ കേട്ടില്ല. പരിസരം മറന്നവളെപ്പോലെ കസേര തള്ളി മാറ്റിയിട്ട് അവൾ ലില്ലിയുടെ പിന്നാലെ ഓടി. അപ്പോഴേക്കും ലില്ലിയും വഹിച്ചുകൊണ്ട് തുറന്ന ജീപ്പ് മുമ്പോട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. ശില പോലെ മെർലിൻ ക്ലബിന്റെ വാതായനത്തിൽ തന്നെ നിന്നു. കുസുമത്തിന്റെ സ്പർശനമേറ്റപ്പോഴാണ് അവൾക്ക് പരിസരബോധമുണ്ടായത്. വാട്ട് ഹാപ്പൻ? അവളുടെ മുഖം ചുവക്കുകയും കണ്ണുകൾ ചുരുങ്ങുകയും ചെയ്തു. പറയൂ മെർലിൻ, എന്തു പറ്റി? അയാളൊരു കൊലയാളിയാണ്. എന്ത്? അതേ കുസുമം, റോബിൻസനെ കൊന്നത് ഇയാളാണ്. എന്നിട്ടാണോ ഇതുവരെ പറയാതിരുന്നത്? പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അയാൾ ഒരു അമാനുഷ്യനാണ്. ഒരു നോട്ടത്തിൽ സ്ത്രീയെ വശീകരിച്ചെടുക്കും. ഒരിക്കൽ അയാൾ എന്നെ ഒറ്റ നോട്ടത്തിൽ കീഴടക്കിയതാണ്. എന്നിട്ട് റോബിൻസൺ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അയാളുടെ പെരുമാറ്റ രീതി കണ്ട് അദ്ദേഹം കയർത്തു. അന്ന് രാത്രിയിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. മെർലിൻ ഇതൊന്നും പോലീസിനോട് പറഞ്ഞില്ലേ? പോലീസിന് എല്ലാ വിവരങ്ങളും അറിയാം. അവർ നിസ്സഹായരാണ്. വാട്ട് നോൺസെൻസ്! കേവലം ഒരു മനുഷ്യനെ പിടികൂടാൻ പോലീസിന് കഴിയുകയില്ലെന്നോ? അതെ, ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതാണ്. ഞാൻ ആന്റണി സാറിന് ഫോൺ ചെയ്യാം. പെട്ടെന്ന് അവൾ റിസപ്ഷനിൽ നിന്നും ആന്റണിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. സർ, കുസുമമാണ് സംസാരിക്കുന്നത്. എന്താ കുസുമം? ലില്ലി ക്ലബിൽ നിന്ന് ഒരാളോടൊപ്പം ജീപ്പിൽ കയറിപ്പോയി. അയാൾ ഒരു കൊലയാളിയാണെന്നാണ് എൻ്റെ കൂട്ടുകാരി മെർലിൻ പറയുന്നത്. നമ്മുടെ ഡോക്ടറുടെ മിസ്സിസോ? അതെ. ടേക്ക് ഇറ്റ് ഈസി. പഴയ തലമുറയല്ലേ. തന്നെയുമല്ല, ലില്ലി ഒരു ചെറിയ കുട്ടിയല്ല. തെറ്റും ശരിയും തിരിച്ചറിയാൻ അവൾക്ക് കഴിയില്ലേ? സർ, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഗൗരവത്തോടെ കേൾക്കണം. കുസുമം, പേടിക്കാതിരിക്കൂ. ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ പഴയ സുഹൃത്തായിരുന്നു എൻ്റെ മകൾ. ആ സ്ഥിതിക്ക് ലില്ലിയോട് മെർലിൻ ആത്മാർത്ഥ സ്നേഹം കാണിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ലല്ലോ. ഓക്കെ? അദ്ദേഹം ടെലിഫോൺ ബന്ധം ഏർപ്പെടുത്തി. കുസുമ റിസീവർ ക്രാഡിലിൽ വെച്ചിട്ട് 1 മിനിറ്റ് നിശബ്ദയായി നിന്നതിന് ശേഷം മെർലിനോട് ചോദിച്ചു, മെർലിൻ പറഞ്ഞത് വാസ്തവമാണോ? ലില്ലിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു തൻ്റെ ഹസ്ബൻഡ്. ആ സ്ഥിതിക്ക് സ്റ്റുപ്പിഡ്, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. പഴയ കാര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ല. സംസാരം മതിയാക്കി മെർലിൻ വാഷ് ബേസിനടുത്തേക്ക് പോയി. കൈയും വായും കഴുകിയതിനു ശേഷം അവൾ ലോണിലെ കസേരയിൽ പോയി ഇരുന്നു. വെയിറ്റർ ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ മെമ്പർഷിപ്പ് നമ്പർ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, കുസുമം, ഞാൻ പോകട്ടെ? ധൃതിയാണോ? മനസ്സിന് ഒരു സുഖം തോന്നുന്നില്ല. അവൾ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞു. വാച്ച്മാൻ ടാക്സി പിടിച്ചു കൊടുത്തു. അതിൽ കയറി അവൾ വീട്ടിലെത്തി. അപ്രതീക്ഷിതമായി ഡോക്ടറെ വീട്ടിൽ കണ്ടപ്പോൾ അവൾ അറിയാതെ നടുങ്ങിയെങ്കിലും മുഖത്ത് ഭാവമാറ്റം വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പതിവില്ലാതെ? നിന്നെപ്പോലുള്ള ഒരു ഭാര്യയെ കൂടെ കൂടെ വന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെടണമെന്നില്ല.
എന്നെ ഈ പഞ്ചവർണ്ണക്കൂട്ടിൽ നിന്നും തുറന്നു വിടൂ. നോ, മെർലിൻ എന്നും ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ ഭാര്യയായിരിക്കും. അതിരിക്കട്ടെ, നീ എവിടെയായിരുന്നു? ഞാൻ ക്ലബിൽ പോയതാണ്. പഴയ കൂട്ടുകാരികളെയൊക്കെ കണ്ടോ? നിങ്ങളുടെ കാമുകിയെയും പരിചയപ്പെട്ടു. പെട്ടെന്ന് ഡോക്ടർ നടുങ്ങി. മെർലിൻ? എനിക്കതിൽ പരാതിയൊന്നുമില്ല. അവളെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊള്ളൂ. ഓക്കെ, ഐ ആം ലീവിങ്. അദ്ദേഹം കാറിന്റെ താക്കോലുമായി പുറത്തേക്കിറങ്ങി. അത് കണ്ടപ്പോൾ മെർലിന്റെ ഉള്ളിൽ ചിരി പൊട്ടി. സ്വന്തം കുടുംബം കെട്ടിപ്പടുക്കാൻ അറിയാത്ത ഡോക്ടർ പല ദമ്പതിമാർക്കും ഉപദേശം കൊടുക്കുന്നു. അതിന് പ്രതിഫലമായി വൻ തുക വാങ്ങി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആർക്കു വേണ്ടിയാണ് ഈ പണം മുഴുവൻ ഇദ്ദേഹം സമ്പാദിച്ചു കൂട്ടുന്നത്? സ്വന്തം കഴിവില്ലായ്മ മറച്ചു പിടിച്ചുകൊണ്ട് കൂട്ടുകാരോടെല്ലാം പറയുന്നത് തൻ്റെ കുറ്റമാണ്. ആദ്യമൊക്കെ പറഞ്ഞത് കുട്ടികൾ ഉടനെ വേണ്ട എന്നാണ്. ഇപ്പോൾ സ്വരം മാറ്റി. പ്രസവിച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ തയ്യാറാകുന്നില്ല പോലും. ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു. എപ്പോഴും ജയിക്കുന്നത് പുരുഷൻ തന്നെയാണ്. സ്ത്രീ എന്ന വാക്ക് തോൽവിയുടെ പര്യായ പദമാണ്. പക്ഷേ തോൽക്കാനും തനിക്ക് ഇഷ്ടമാണ്. ഭർത്താവിൻ്റെ മുന്നിൽ തോൽക്കുന്നതാണ് സുഖം. എന്നാൽ ഈ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഡോക്ടറുടെ അവഗണനയെ അല്ലെങ്കിൽ കഴിവില്ലായ്മയെ മറ്റു പുരുഷന്മാരോടൊപ്പം ചേർന്ന് താൻ പകവിട്ടും ഒരു സ്ത്രീയെ എല്ലാ കാര്യങ്ങളിലും തോൽപ്പിക്കാമെന്ന് കരുതേണ്ട. അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. സുതാര്യമായ ഗൗൺ മാത്രം ധരിച്ചുകൊണ്ട് ഫോം മെത്തയിൽ കിടന്നു. ഫാനിന്റെ കുളിർക്കാറ്റിൽ അവളുടെ പ്രതികാര ചിന്തകൾ പാറി പറന്നുപോയി. നിദ്രാദേവി അവളുടെ കൺപോളുകളെ തഴുകിയടച്ചു. കോളിംബെൽ ശബ്ദിച്ചത് കേട്ടുകൊണ്ട് മെർലിൻ ഉറക്കമുണർന്നു. സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ബെഡ്റൂമിലെ ലൈറ്റ് തെളിച്ചിട്ട് അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ബാബു, ആരാണ് വന്നതെന്ന് നോക്കൂ. ബാബുവിന്റെ മറുപടി കേൾക്കാതിരുന്നപ്പോൾ അവൾ സാവധാനം ഗോവണി ഇറങ്ങി താഴേക്ക് ചെന്ന് വാതിൽ തുറന്നു. അടുത്ത നിമിഷം അവൾ അലറി വിളിച്ചുകൊണ്ട് പിന്മാറി. ഒരു വ്യാഘ്രത്തെ പോലെ രഞ്ജിത്ത് അകത്തേക്ക് ചാടി കയറി. അവൻ മെർലിന്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ അലറി. എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ കൊല്ലുമടി. അവന്റെ ക്രൂരവും പൈശാചികവുമായ മുഖത്തേക്ക് നോക്കിയ മെർലിൻ ഉറക്കെ നിലവിളിച്ചു. ബാബു, ഓടിവാ, എന്നെ കൊല്ലുന്നേ. രഞ്ജിത്ത് അവളെ വട്ടം ചുറ്റിയെറിഞ്ഞു. അവൾ തറയിൽ കമിഴ്ന്നടിച്ചു വീണു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി കുനിഞ്ഞപ്പോഴാണ് പിന്നിൽ നിന്നും ശക്തിയായ ഒരു തൊഴിയേറ്റത്. രഞ്ജിത്ത് അവളുടെ പുറത്തേക്ക് കമിഴ്ന്നു വീണു. കഴുത്ത് തിരിച്ചു നോക്കിയ അവർ കണ്ടത് തീ പാറുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ബാബുവിനെയാണ്. ബാബു വീണ്ടും തൊഴിക്കാനായി കാലുയർത്തിയ നേരം കൊണ്ട് രഞ്ജിത്ത് ഉരുണ്ടു മാറിയിട്ട് പിടഞ്ഞെണീറ്റു. അപ്പോഴേക്കും ബാബുവിന്റെ കൈ ഉയർന്നു താണു കഴിഞ്ഞിരുന്നു. ഒരു കായികാഭ്യാസിയുടെ പാടവത്തോടെ രഞ്ജിത്ത് അവന്റെ കയ്യിൽ കയറി പിടിച്ച് ശക്തിയായി മുന്നോട്ട് വലിച്ചു. അവന്റെ തല ഭിത്തിയിൽ ചെന്നിടിച്ചു. അയ്യോ അമ്മേ! ബാബുവിന്റെ തല മരവിച്ചു പോയി. അവൻ തറയിൽ കുത്തിയിരുന്നു. കാലുമടക്കി അവന്റെ മുഖത്ത് ഒരടി കൂടി കൊടുത്തിട്ട് രഞ്ജിത്ത് വീണ്ടും മെർലിന്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പറയടി, എന്തിനാണ് ഞാൻ ഭ്രാന്തനാണെന്ന് നീ പറഞ്ഞത്? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് കേണു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്? അതെ, അതുകൊണ്ട് എന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ സമ്മതിക്കണോ? നിന്നെ ഇപ്പോ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊല്ലും. രഞ്ജിത്ത് പെട്ടെന്ന് രണ്ടു കൈകളും ചേർത്ത് അവളുടെ കഴുത്തിൽ ശക്തിയായി അമർത്താൻ തുടങ്ങി. മെർലിൻ തടയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവളുടെ ശ്വാസോച്ഛ്വാസം തടസ്സപ്പെട്ടു. കൃഷ്ണമണികൾ പിന്നോട്ട് മറിഞ്ഞു. പെട്ടെന്ന് കതകിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദവും കോളിംഗ് ബെൽ മുഴങ്ങുന്നതും കേട്ട് അവൻ പിടിവിട്ടു. മെർലിൻ, കതക് തുറക്ക്. ആ ശബ്ദം രഞ്ജിത്ത് തിരിച്ചറിഞ്ഞു. സബ് ഇൻസ്പെക്ടർ ചെറിയാൻ. അടുത്ത നിമിഷം അവൻ അടുക്കളവാതിൽ ലക്ഷ്യമാക്കി കുതിച്ചു. ഷാനിയോടൊപ്പം ആദ്യമായി അടുക്കളയിൽ കൂടി പ്രവേശിച്ച അവന് വാതിൽ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നില്ല. മിന്നൽ വേഗത്തിൽ കതക് വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടി. ശ്വാസതടസ്സം മാറിയപ്പോൾ മെർലിന് പരിസരബോധമുണ്ടായി. കതകിൽ മുട്ടുകയും കോളിംഗ് ബെൽ മുഴങ്ങുകയും ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ട് യന്ത്രം പോലെ അവൾ നടന്നു ചെന്ന് വാതിൽ തുറന്നു. രഞ്ജിത്ത് ഇവിടെ വന്നോ? സബ് ഇൻസ്പെക്ടർ പെട്ടെന്ന് ചോദിച്ചു. വന്നു. എന്നിട്ട് എവിടെ? അദ്ദേഹം റിവോൾവർ ചൂണ്ടിക്കൊണ്ട് വീടിനകത്തേക്ക് കയറി. എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ നിലവിളി കേട്ട് ഓടി വന്ന ബാബുവിന്റെ തല പിടിച്ച് ഭിത്തിയിലടിച്ചു. എന്നിട്ട് വേഗം പറയൂ, അവരെവിടെ? സബ് ഇൻസ്പെക്ടർ ധൃതി കൂട്ടി. കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി.
പെട്ടെന്ന് അദ്ദേഹം പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിട്ട് വളരെ ജാഗ്രതയോടെ ഓരോ മുറിയും പരിശോധിക്കാൻ തുടങ്ങി. സർ, അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നു, ഒരു പോലീസുകാരൻ വീട്ടിനകത്തേക്ക് കയറി ചെന്ന് പറഞ്ഞു. ഒരുപക്ഷെ വേലക്കാരൻ തുറന്നിട്ടായിരിക്കും. അദ്ദേഹം ഓരോ മുറിയും പരിശോധിച്ചിട്ട് വീട്ടുവളപ്പിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിനു ശേഷം നിരാശയോടെ ഡ്രോയിങ് റൂമിലേക്ക് കയറി ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഡോക്ടർ എവിടെ? അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടില്ല. മാഡം തന്നെയാണോ ഇവിടെ താമസിക്കുന്നത്? ചില രാത്രികളിൽ മാത്രം. ആ ഭ്രാന്തനെ നിങ്ങൾ വിട്ടയച്ചതാണ് അല്ലേ സർ? അല്ല, മെഡിക്കൽ ചെക്കപ്പിനായി അവനെ സൈക്യാട്രിസ്റ്റിനെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തെയും പോലീസുകാരെയും കബളിപ്പിച്ച് അവൻ തടി തപ്പി. എപ്പോൾ? 1 മണിക്കൂർ മുമ്പായിരുന്നു സംഭവം. അയാളുടെ വീട്ടിൽ അന്വേഷിച്ചില്ലേ? ഉവ്, ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ ഉടൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. തക്ക സമയത്ത് തന്നെ താങ്കൾ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ എൻ്റെ കഥ കഴിക്കുമായിരുന്നു. റൈറ്റ്, മാഡം ഭാഗ്യവതി തന്നെയാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ച് പറയൂ. മർലിൻ വിശദമായി എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഡോക്ടർ വിവരം അറിയിക്കേണ്ടേ? സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. വേണ്ട സർ, ഞാൻ സാവകാശം പറഞ്ഞുകൊള്ളാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആരെങ്കിലും വിളിച്ചാൽ കഴിവതും രാത്രിയിൽ കതക് തുറക്കരുത്. അഥവാ തുറക്കുകയാണെങ്കിൽ പുറത്തു നിൽക്കുന്നത് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. സബ് ഇൻസ്പെക്ടറും പാർട്ടിയും അവിടെ നിന്ന് നിരാശയോടെ ഇറങ്ങി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രൈവർ ചോദിച്ചു, ഇനി എങ്ങോട്ടാണ് സർ പോകേണ്ടത്? നമുക്ക് ലോഡ്ജുകളിലും ബാറുകളിലും അന്വേഷിക്കാം. എന്ത് വില കൊടുത്തും അവന് പിടികൂടണം. ജീപ്പ് ടൗൺ ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചു. ഈ സമയം രഞ്ജിത്ത് പണിക്കരുടെ ബംഗ്ലാവിന്റെ പടിക്കൽ ടാക്സി ഇറങ്ങി. എത്ര രൂപയായി? രഞ്ജിത്ത് ഡ്രൈവറോട് ചോദിച്ചു. 80 രൂപ. അവൻ കീശയിൽ തപ്പി നോക്കി. 20 രൂപയുടെ ഒരു നോട്ട് മാത്രമുണ്ട്. 1 മിനിറ്റ് നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവൻ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തി. അംബിക വാതിൽ തുറന്നു. സിറ്റ് ഔട്ടിൽ ഭ്രാന്തനെ പോലെ നിൽക്കുന്ന രഞ്ജിത്തിനെ കണ്ട് അവൾ ഭയന്നുപോയി. ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, എന്തു വേണം? എന്തിനാണ് ഇവിടെ വന്നത്? ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിക്കണം പ്ലീസ്. ചേട്ടൻ ഇവിടെ ഇല്ല. അച്ഛനില്ലേ? ഇല്ല, 2 പേരും കൂപ്പിൽ പോയിരിക്കുക. ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാൻ 60 രൂപ തരണം. അവൾ അകത്തേക്ക് കയറി 100 രൂപയുടെ ഒരു നോട്ട് എടുത്തു കൊണ്ടുവന്ന് രഞ്ജിത്തിന്റെ കയ്യിൽ കൊടുത്തു. അവൻ ഡ്രൈവർക്ക് കൂലി കൊടുത്തിട്ട് സ്വീകരണ മുറിയിലേക്ക് കയറിയിരുന്നു. രഞ്ജിത്തിന്റെ മാരുതി എവിടെ? എനിക്കിപ്പോൾ ഒന്നുമില്ല ചേച്ചി. അളിയന്റെ പ്രവൃത്തി എന്നെ തെരുവുതണ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രസവിച്ച കുഞ്ഞിനേക്കാൾ സ്നേഹം ചേട്ടന് ലീനയോടായിരുന്നു. സമ്മതിച്ചു. എന്റെ ഭാര്യയെ ഞാൻ കൊന്നതാണെങ്കിൽ ഹ്യൂമൻ ലൈഫ് സെന്ററിലെ പെണ്ണിനെ ആരാണ് കൊന്നത്? അന്ന് രാത്രി അവൾ രഞ്ജിത്തിന്റെ വീട്ടിലല്ലായിരുന്നോ? അതെ, അതുകൊണ്ട് ഞാൻ കൊലപാതകയാകണമെന്നില്ലല്ലോ. അളിയൻ എന്നെ ഉപദ്രവിക്കുകയും റിവോൾവർ എടുത്ത് ഭീഷണിപ്പെടുത്തിയതും ചേച്ചി കണ്ടതല്ലേ. ഞാൻ എന്ത് ചെയ്യാനാണ്? സത്യം എന്താണെന്ന് ചേച്ചിയെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ ആരും അറിയാത്ത ഒരു ശക്തി എന്നെ പിന്തുടരുന്നുണ്ട്. ആരാണ് അയാൾ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവനെ എന്റെ മുറ്റത്ത് വെച്ച് ആരോ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തെ വധിച്ചത് രഞ്ജിത്ത് അല്ലേ? അല്ല, എന്റെ അമ്മ സത്യം. മരിച്ചുപോയ എന്റെ അച്ഛൻ സത്യം. ഞാൻ നിരപരാധിയാണ്. രഞ്ജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ തുടർന്നു. അളിയനോട് സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ചേച്ചി എന്നെ രക്ഷിക്കണം. രഞ്ജിത്ത് പൊയ്ക്കോ, ഞാൻ ചേട്ടനോട് പറയാം. എന്നാലും പുള്ളിക്കാരെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നലെയും രഞ്ജിത്തിനെ പറ്റി ചേട്ടൻ പറഞ്ഞത് എന്താണെന്നോ? കേൾക്കട്ടെ. രഞ്ജിത്തിനെ എപ്പോ കണ്ടാലും വെടിവെച്ചു കൊല്ലുമെന്ന്. അവൻ അതിഭയങ്കരമായി നടുങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും വേഗം പോയിക്കോളാൻ. ഞാൻ എങ്ങോട്ടാ പോവുക? പോലീസ് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഒരു പൈസ പോലുമില്ല. പണം ഞാൻ തരാം. അവൾ അകത്തേക്ക് കയറി 100 രൂപയുടെ ഒരു കെട്ടെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഏതെങ്കിലും നല്ല വക്കീലിനെ കണ്ട് ആദ്യം ജാമ്യം എടുക്ക്. ശരി. രഞ്ജിത്ത് എഴുന്നേറ്റു. അവൻ വാതിൽ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. രഞ്ജിത്തും അംബികയും ഒരുപോലെ നടുങ്ങി. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടവൾ ഓടിച്ചെന്ന് രഞ്ജിത്തിനെ പിടിച്ച് തന്റെ കിടക്കുമുറിയിലേക്ക് കയറ്റി ഡബിൾ കോട്ടിന്റെ കീഴെ ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പണിക്കരും മനോഹരനും അകത്തേക്ക് കയറി. അപ്പോഴാണ് രഞ്ജിത്തിനെ കിടക്കുമുറിയിൽ ഒളിപ്പിച്ചത്
അബദ്ധമായി പോയെന്ന് അവൾക്ക് മനസ്സിലായത്. മറ്റേതെങ്കിലും മുറിയിലായിരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും രഞ്ജിത്തിനെ ഇറക്കി വിടാമായിരുന്നു. അല്ലെങ്കിൽ അവസരം പാഴാക്കാതെ അവൻ രക്ഷപ്പെട്ടുകൊള്ളുമായിരുന്നു. ഇനി എന്താണ് ചെയ്യുക? അവളുടെ മനസ്സിൽ അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. മനോഹരൻ തന്റെ കിടക്കമുറിയിലേക്ക് കയറി ഫോമത്തയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഷൂസ് അഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കുളിക്കണ്ടേ? അവൾ ധൃതിയിൽ ചോദിച്ചു. എങ്കിൽ വേഗം പോയി കുളിക്ക്. ഇന്നെന്താ നിനക്ക് ഇത്ര ധൃതി? നേരത്തെ കിടക്കണം. മനോഹരൻ അവളെ മുഖമുയർത്തി നോക്കിയിട്ട് കള്ളപ്പുഞ്ചിരിയോടെ പറഞ്ഞു. കാര്യം മനസ്സിലായി. ഇന്ന് ഞാനും നല്ല മൂഡിലാണ്. ആവശ്യമില്ലാത്തതൊന്നും പറയാതെ. കുഞ്ഞെടുക്കുന്നത് കണ്ടില്ലേ? അവൾ ഉറങ്ങുകയല്ലേ? വേണ്ട, ഒന്നും പറയണ്ട, വേഗം പോയി കുളിക്ക്. അത്ര ധൃതിയാഴോ? ശരിയാണ്, എത്ര നാളായി ഞാൻ നേരത്തെ വീട്ടിൽ വന്നിട്ട്. തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിലല്ലേ ആ തെമ്മാടി എൻ്റെ പൊന്നു പെങ്ങളെ കൊന്നത്. അതൊന്നും ഇനി ഓർക്കണ്ട. ആര് പറഞ്ഞു ഓർക്കണ്ട എന്ന്? നീ വരുന്നത് വരെ അവൾ എൻ്റെ കൂടെ ആടി കിടന്നുറങ്ങിയത്. പിന്നെ പ്രായപൂർത്തിയായ പെങ്ങൾ നിങ്ങൾ ഒന്നിച്ചാണ് കിടന്നതെന്ന് മറ്റാരോടും പറയരുത്. അംബികെ, ഞാൻ പറഞ്ഞ സത്യമാണ്. നീ വന്നു കഴിഞ്ഞാണ് ഈ കട്ടിൽ രണ്ടും അടുപ്പിച്ചിട്ടത്. ഉറങ്ങാൻ കിടക്കുന്ന ഈ മകളായിരുന്നു എനിക്കെന്റെ ലീന. അവളെ കൊന്നവനെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. ചേട്ടൻ കുളിക്ക്. ശരി, എൻ്റെ മൂഡ് നഷ്ടപ്പെടുത്തരുതല്ലോ അല്ലേ? അവൻ വസ്ത്രങ്ങൾ മാറിയിട്ട് മുറിയോട് ചേർന്നുള്ള കുളിമുറിയിലേക്ക് കയറി കതകടച്ചു. അംബിക പെട്ടെന്ന് കുനിഞ്ഞ് ഡബിൾ കോട്ടിന്റെ അടിയിലേക്ക് നോക്കി. രഞ്ജിത്ത് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കമിഴ്ന്നു കിടക്കുകയാണ്. ശബ്ദിക്കരുത്, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. അവൾ നിർദ്ദേശം നൽകിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. സ്വീകരണമുറിയിൽ പണിക്കരിയിരുന്ന് TV കാണുന്നു. ഭഗവാനെ രക്ഷിക്കണേ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പണിക്കരുടെ അടുത്ത് ചെന്നു. അച്ഛന് കുളിക്കണ്ടേ? വേണ്ട മോളെ. അവൾ അറിയാതെ നടുങ്ങി. തന്റെ ബുദ്ധിമോശം മൂലം ഒരു കൊലപാതകം ഈ വീട്ടിനുള്ളിൽ വെച്ച് നടക്കാൻ പോവുകയാണോ? എങ്കിൽ വന്ന് ഊണ് കഴിക്കച്ച. വേണ്ട മോളെ, എനിക്ക് വിശപ്പില്ല. അച്ഛന് ഇഷ്ടപ്പെട്ട പരിപാടി TV വന്നാൽ പിന്നെ വിശപ്പും ദാഹവും ഇല്ല. പണിക്കർ ചിരിച്ചു. അത് കണ്ടപ്പോൾ അംബികയുടെ മനസ്സിനുള്ളിൽ പെരുമ്പറ മുഴങ്ങുകയായിരുന്നു. അവൾ വീണ്ടും മുറിയിലേക്ക് കയറി. രഞ്ജിത്ത് വീട്ടിലുള്ള വിവരം അച്ഛനോട് പറഞ്ഞാലോ? ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങും മുമ്പ് പ്രശ്നം പരിഹരിക്കാനാവുമോ? അടുത്ത നിമിഷം അച്ഛനോട് പറയുന്നത് അബദ്ധമാണെന്ന് അവൾക്ക് തോന്നി. സഹോദരിക്ക് വേണ്ടി എത്ര കൊലപാതകങ്ങൾ വേണമെങ്കിലും നടത്താമെന്ന് പറയുന്ന സഹോദരന്റെ അച്ഛൻ അതിലും വലിയ സിംഹമായിരിക്കും. അവൾ ആലോചിച്ചുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് TV നോക്കി നിൽക്കുമ്പോൾ തോളത്ത് തണുത്ത സ്പർശനമേറ്റ് ഞെട്ടിത്തിരിഞ്ഞു. പേടിച്ചു പോയോ? മനോഹരൻ ചോദിച്ചു. വാ, ഊണ് കഴിക്കാം. ഓക്കെ. അവർ ഊണുമുറിയിലേക്ക് കയറി. ഭർത്താവിന് മേശപ്പുറത്തിരുന്ന വിഭവങ്ങൾ വിളമ്പിക്കൊടുത്തിട്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് വീണ്ടും പണിക്കരെ വിളിച്ചു. അച്ഛാ, അല്പം കഴിക്കൂ. വേണ്ട മോളെ, എനിക്ക് തീരെ വിശപ്പില്ല. ശരിയാടി, അച്ഛൻ വരുന്ന വഴിക്ക് സ്നാക്ക് കഴിച്ചതാ. ഇനി ഒന്നും കഴിക്കുകയില്ല. അവൾ തിരികെ ചെന്ന് ഊണ് കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കുഞ്ഞിനെ പുതപ്പിച്ചില്ലെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് കിടക്കമുറിയിൽ കയറി രഞ്ജിത്തിനെ നോക്കിയിട്ട് വീണ്ടും ഊണുമുറിയിലേക്ക് പോയി. ഊണ് കഴിഞ്ഞ് രണ്ടുപേരും കിടക്കമുറിയിൽ കയറി. മനോഹരൻ ഫോമെത്തയിൽ മലർന്നു കിടന്നു. അംബിക നൈറ്റ് ഡ്രസ്സുമായി കുളിമുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു. എന്തിനാടി ഡ്രസ്സ് മാറാൻ കുളിമുറിയിലേക്ക് പോകുന്നത്? നിങ്ങൾ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, വെറുതെ അത് ധരിക്കണമെന്നില്ല, പിന്നെ ധരിക്കുന്നതാണ് ഭംഗി. നാം അടങ്ങി കിടക്ക് ചേട്ടാ. അവൾ ഡ്രസ്സ് മാറിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ മനോഹരൻ ബെഡ് ലാമ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. മുറിക്കുള്ളിൽ അരണ്ട പ്രകാശം പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യേ ചേട്ടാ. എന്താ? എനിക്ക് വല്ലാതെ വയർന്നു തോന്നുന്നു. സമരത്തിന്റെ ആരംഭമാണോ? അങ്ങനെ തോന്നുന്നു. വെറുതെ എന്നെ ആശിപ്പിച്ചു കളഞ്ഞല്ലോ. സാരമില്ല, 4-5 ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഞാൻ താഴെ കിടക്കാം. അവൾ എഴുന്നേറ്റ് താഴെ ബെഡ്ഷീറ്റ് വിരിച്ചു കടന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന്റെ കൈ അവളുടെ ശരീരത്ത് സ്പർശിച്ചു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതോർത്ത് അംബിക ഭയന്നുപോയി. സ്ത്രീകളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് അവരെ വികാരശമനത്തിനായി വിനിയോഗിക്കുന്ന ഒരു നികൃഷ്ടനും ഭീകരനുമെന്ന് പോലീസ് സംശയിക്കുന്ന രഞ്ജിത്തിന്റെ കൈയാണ് തന്റെ ശരീരത്ത് സ്പർശിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും രഞ്ജിത്തിന്റെ പുറപ്പാട്? തന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമോ? എന്നിട്ട് ഭർത്താവ് അറിയാതെ? ബാക്കി ചിന്തിക്കാൻ കൂടി അവൾക്ക് കഴിഞ്ഞില്ല. താൻ കാണിച്ച ബുദ്ധിമോശം ജീവൻ പണയപ്പെടുത്തേണ്ട ഗതികേടിൽ എത്തിച്ചേരുമോ? പെട്ടെന്ന് എഴുന്നേറ്റ് ഭർത്താവിനോട് സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലോ എന്നുവരെ ഒരു നിമിഷം അവൾ ആലോചിച്ചു. പക്ഷേ അടുത്ത സെക്കൻഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? തന്റെ ഭർത്താവ് മേശവലിപ്പിൽ നിന്നും
റിവോൾവർ എടുത്ത് ഒറ്റ വെടിക്ക് രഞ്ജിത്തിനെ കൊല്ലും. അവന്റെ ന്യായവാദങ്ങളൊന്നും കേൾക്കാൻ മനോഹരൻ ചേട്ടൻ മെനക്കെടുകയില്ല. അവൾ നിശ്ചലയായി ആലോചനയിൽ മുഴുകിക്കിടക്കുമ്പോൾ രഞ്ജിത്തിന്റെ കൈവിരലുകൾ തപ്പി തടഞ്ഞ് മാറത്തേക്ക് അടുക്കുന്നതായി മനസ്സിലായി. പെട്ടെന്ന് അവൾ കയ്യിൽ കടന്നു പിടിച്ചു. അവൻ വിരലുകൾ വിടർത്തി മാറ്റിയിട്ട് ശരീരത്ത് എന്തോ എഴുതാൻ തുടങ്ങി. ഓരോ അക്ഷരങ്ങളും അവൻ പല ആവർത്തി എഴുതി. ഞാൻ പോകട്ടെ എന്നാണ് അവൻ എഴുതിയതെന്ന് മനസ്സിലായപ്പോൾ കുറച്ചു നേരം കൂടി കാത്തുകിടക്കാൻ അവൾ സ്പർശനം കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു. രഞ്ജിത്ത് കൈ പിന്നോട്ട് വലിച്ചു. അംബികയ്ക്ക് അല്പം ആശ്വാസം തോന്നി. താൻ ഭയപ്പെട്ടതുപോലെ രഞ്ജിത്ത് അത്ര വലിയ ക്രൂരനൊന്നുമല്ല. അല്ലെങ്കിൽ ഈ അവസരം ശരിക്കും വിനിയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ജഡത്തെ പ്രാപിക്കുന്ന വികൃത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ തന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാമായിരുന്നു. അടുത്ത നിമിഷം രഞ്ജിത്തിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ അവൾ തിരുത്തി. ലീന 1 വർഷത്തോളം ഭർത്താവിനോടൊപ്പം ജീവിച്ചിട്ടും അവൾ മരിച്ചില്ലല്ലോ. ഒരിക്കൽ പോലും രഞ്ജിത്തിന് വികൃത സ്വഭാവമുള്ളതായി തന്നോടോ അവളുടെ കൂട്ടുകാരികളോടോ പറഞ്ഞിട്ടില്ല. രഞ്ജിത്ത് പറയുന്നത് പോലെ കൊലയാളികൾ മറ്റാരോ ആണ്. ഏതോ അജ്ഞാത ശക്തികൾ രഞ്ജിത്തിനെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. തന്റെ ഭർത്താവും അച്ഛനും മനസ്സ് വെച്ചാൽ രഞ്ജിത്തിനെ രക്ഷിക്കുകയും യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാൻ കഴിയുകയും ചെയ്യാമായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, രഞ്ജിത്തിനെ കൊല്ലാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അവൾ നെടുവൂർപ്പിട്ടുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും രഞ്ജിത്ത് അവളുടെ ശരീരത്തെ സ്പർശിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് പോയിക്കോളാൻ അവൾ സിഗ്നൽ കൊടുത്തു. ഉടൻ തന്നെ അവൻ മുട്ടിന്മേൽ ഇഴഞ്ഞ് വാതിലിനടുത്തെത്തി. സാവധാനം വാതിൽ തുറന്ന് മുറിക്ക് പുറത്ത് കടന്നിട്ട് ഡ്രോയിങ് റൂമിലൂടെ തപ്പി തടഞ്ഞ് പുറത്തേക്കുള്ള വാതിൽ കണ്ടുപിടിച്ച് തുറന്നു. സിറ്റൗട്ടിൽ പ്രവേശിച്ചപ്പോഴാണ് രഞ്ജിത്തിന് ശ്വാസം നേരെ വീണത്. വേഗം വാതിലടച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അൽസേഷൻ നായ്ക്കൾ കുരച്ചുകൊണ്ട് അവന്റെ നേർക്ക് ചാടി വീണു. അടുത്ത നിമിഷം നായ്ക്കൾ കുര നിർത്തി. കിടക്കമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അർദ്ധമയക്കത്തിലായിരുന്ന മനോഹരൻ കേട്ടു. അംബിക ആയിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നടയുന്നതും തുടർന്ന് നായ്ക്കൾ കുരയ്ക്കുകയും ചെയ്യുന്നത് കേട്ടത്. മനോഹരൻ പെട്ടെന്ന് ചാടി എണീറ്റു. ബെഡ് ലാമ്പ് തെളിച്ചു നോക്കി. അപ്പോൾ അംബിക ചരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. മിന്നൽ വേഗത്തിൽ മേശവലിപ്പ് തുറന്ന് റിവോൾവർ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് കുതിച്ചു. മുറ്റത്തെ ലൈറ്റ് തെളിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഗേറ്റിൽ നിൽക്കുന്ന അൽസേഷൻ നായ്ക്കൾ വാലാട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹപ്രകടനം നടത്താൻ തുടങ്ങി. ആരാടാ ഇവിടെ വന്നത്? മനോഹരൻ ചോദിച്ചു. ഉടനെ നായ്ക്കൾ വാലാട്ടിക്കൊണ്ട് ഗേറ്റിൽ ചെന്ന് പുറത്തേക്ക് നോക്കിയിട്ട് തിരികെ വന്ന് യജമാനെ നക്കാൻ തുടങ്ങി. ഒരു നിമിഷം ആലോചിച്ചു നിന്നിട്ട് മനോഹരൻ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അകത്തേക്ക് ഓടിക്കയറി. ഉറക്കം നടിച്ചു കിടക്കുന്ന അംബികയെ വിളിച്ചുണർത്തി. കയ്യിൽ റിവോൾവറുമായി കത്തി ജ്വലിക്കുന്ന കണ്ണുകളോടെ നിൽക്കുന്ന മനോഹരനെ കണ്ട് അവൾ നടുങ്ങി. അംബികേ! വെടിപൊട്ടുന്ന ശബ്ദത്തിൽ അവൻ അലറി. എന്താ? ആരാണ് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എപ്പോൾ? വാ! മനോഹരന്റെ വലതുകരം അവളുടെ ഇടത് കവിളിൽ പതിച്ചു. ചേട്ടൻ എന്തു പറ്റി? പറയടി, എന്റെ കിടക്കുമുറിയിൽ ആരെയാണ് നീ ഒളിപ്പിച്ചിരുന്നത്? എന്ത്? അഭിനയം വേണ്ട, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ പുകച്ചു കളയും. ചേട്ടാ! അവൾ ദയനീയമായി വിളിച്ചു. പറയടി, അവരുമായുള്ള ബന്ധം നീ ഇപ്പോഴും തുടരുകയാണല്ലേ? ചേട്ടൻ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഞാൻ ഒന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. വിവാഹത്തിന് മുമ്പ് നീയും സിനിമാ തിയേറ്റർ ഉടമയുടെ മകൻ സുരേഷും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവനല്ലേടി ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അല്ല, സത്യമായിട്ടും അല്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ സുരേഷിനെ കണ്ടിട്ടില്ല. ചീ ബ്ലഡി റാസ്കൽ, നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണോ? മനോഹരന്റെ കൈ വീണ്ടും അവളുടെ കരണത്ത് പതിച്ചു. ചേട്ടാ, എന്നെ തല്ലരുത്. അംബികയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിൽ സത്യം പറയടി, ഈ മുറിയിൽ നീ ആരെയാ ഒളിപ്പിച്ചിരുന്നത്? അംബികേ! മനോഹരൻ വീണ്ടും അലറി. എന്റെ അടുത്ത് നിന്റെ നാടകം നടക്കുകയില്ല. നീ കള്ളം പറഞ്ഞ് താഴെ ഇറങ്ങിക്കിടന്ന് തന്നെ അവനുമായി ബന്ധപ്പെടാനല്ലായിരുന്നോ? ചേട്ടാ! അതെ, ഇനിയും 15 ദിവസം കഴിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യത്തിന് നീ ഇപ്പോ തുടക്കമിട്ട് തന്നെ കള്ളമല്ലേ? വാടി, ഡോക്ടറെ കൊണ്ട് നിന്നെ ഇപ്പൊ തന്നെ പരിശോധിപ്പിക്കാം. ചേട്ടൻ എന്നെ വിശ്വസിക്കൂ. നിങ്ങളെ അല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് പറയൂ. അതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ സത്യം പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുമോ? കള്ളമാണ് പറയുന്നതെങ്കിൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കുകയില്ല. പറയൂ, ആരാണവൻ? രഞ്ജിത്ത്. അവൻ എൻ്റെ വീട്ടിൽ? അവൻ ചേട്ടനെ കാണാൻ വന്നതായിരുന്നു. എന്നിട്ട് പറയടി. കലി കയറിയ മനോഹരൻ അവളുടെ നെഞ്ചിൽ റിവോൾവറിന്റെ ബാരൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു.
നിനക്ക് എന്നേക്കാൾ സ്നേഹം അവനോടായിരുന്നല്ലേ? അല്ല, പിന്നെ ചേട്ടൻ ഒരു കൊലയാളി ആയിത്തീരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ കിടക്കുമുറിയിൽ അവനെ നീ ഒളിപ്പിച്ചതിന്റെ രഹസ്യം അതല്ല അംബികെ. ചേട്ടാ, ഗദ്ഗതത്തോടെ അവൾ വിളിച്ചു. അവൻ എന്നെ കൊല്ലുന്നത് കാണാൻ നീ ആഗ്രഹിച്ചു. പക്ഷെ ആ പേടിത്തൊണ്ടൻ തന്റെ ധൈര്യം കാണിക്കുന്നത് നിന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ നേർക്കാണെന്ന് മാത്രം. ചേട്ടാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. അംബിക അവന്റെ കാൽക്കൽ വീണു. അവളെ തട്ടിത്തെറിപ്പിച്ചിട്ട് മനോഹരൻ കാറിന്റെ താക്കോലുമായി വേഷം പോലും മാറാതെ ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി. വേഗം കാറിൽ കയറിയിരുന്നു. അവന്റെ ലക്ഷ്യം രഞ്ജിത്തിന്റെ വസതിയായിരുന്നു. പെട്ടെന്ന് അവൻ രഞ്ജിത്തിന്റെ വീട്ടിൽ പാഞ്ഞെത്തി. തുരുതുരെ ഡോർബെൽ മുഴക്കിയിട്ടും അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. കുറച്ചു സമയം കാത്തു നിന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോയി. ഈ സമയം ലില്ലിയും റാംജിത്തും ഹോട്ടലിൽ നിന്നും സുഖമായ ഭക്ഷണം കഴിഞ്ഞ് തിയേറ്ററിൽ ഇരുന്ന് അവസാനത്തെ ചിത്രം കാണുകയായിരുന്നു. സിനിമ കഴിഞ്ഞ് ഐസ്ക്രീം പാർലറിൽ നിന്ന് അവർ ചോക്കോനട്ട് ഐസ്ക്രീം ആയിക്കൊണ്ട് ജീപ്പിൽ കയറി. ജീപ്പ് പട്ടണാതിർത്തി കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് കടന്നു. ഗ്രാമപാത കഴിഞ്ഞ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അവർ പഴയ പ്രേതാലയത്തിന്റെ മുമ്പിലെത്തി. ഇവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്? ലില്ലി ചോദിച്ചു. എന്താ, ഇഷ്ടപ്പെട്ടോ? ഓഫ് കോഴ്സ്, വളരെ ശാന്തമായ പ്രദേശം. ഇവിടെ അടുത്തെങ്ങും താമസക്കാരില്ലേ? ഇല്ല. അവൻ ജീപ്പ് സാവധാനം ഗേറ്റിനുള്ളിലേക്ക് കയറ്റി നിർത്തി. രണ്ടുപേരും താഴെ ഇറങ്ങി. റാംജിത്ത് കീച്ചയും കയ്യിലിട്ട് കറക്കിക്കൊണ്ട് താക്കോൽ പഴുത്ത് കണ്ടുപിടിച്ചു. വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറി. മെഴുകുതിരി കത്തിച്ച് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ലില്ലിയെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ കട്ടിലിൽ കയറിയിരുന്നു. റാംജിത്ത് സാവധാനം നടന്ന് അവൾക്ക് സമീപം പോയിരുന്നു കൊണ്ട് പറഞ്ഞു, ഈ രാത്രി നമുക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളതാണ്. ഈ രാത്രി മാത്രമല്ല, എല്ലാ രാത്രികളും. അവൾ മുള്ളുമുട്ടുകൾ പോലുള്ള പല്ലുകൾ പുറത്തു കാണത്തക്ക വിധം ചിരിച്ചു. റാംജിത്ത് അവളെ കെട്ടിപ്പിടിച്ച് കഴുത്തിലും മുഖത്തും തെരുതെരെ ചുംബിച്ചുകൊണ്ട് കട്ടിലേക്ക് പിടിച്ചു കിടത്തി. ലില്ലിയുടെ ഹൃദയവും ശരീരവും വികാരം കൊണ്ട് പൂത്തുലയുമ്പോൾ റാംജിത്തിന്റെ കണ്ണുകൾ ചുവക്കുകയായിരുന്നു. അവന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. കൈവിരലുകൾക്ക് ബലം വർദ്ധിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ജീവന് വേണ്ടി അവൾ പിടയുന്നതും രക്ഷപ്പെടാനായി വിഫല ശ്രമം നടത്തുന്നതും കണ്ട് അവൻ ആർത്തു ചിരിച്ചു. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയിൽ നിന്നും ലൈംഗികമായ അനുഭൂതി ലഭിച്ച ഭർത്താവിനെ പോലെ അവന്റെ മുഖം സംതൃപ്തമായി. കണ്ണുകളിലെ ക്രൂരത എവിടെയോ ഓടി ഒളിച്ചു. മുഖം പ്രസന്നമായി. സാവധാനം അവൻ എഴുന്നേറ്റ് പോയിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തിയതിനു ശേഷം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തുകൂടി ഉലാത്താൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നീണ്ട കോട്ടും പാൻസും തൊപ്പിയും ധരിച്ച ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ഒരു നിമിഷം പരസ്പരം നോക്കി. ഓക്കെ? ആഗതൻ ചോദിച്ചു. യെസ്, റെഡി, റാംജിത്ത് മറുപടി പറഞ്ഞു. ആഗതൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. പോക്കറ്റിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് അയാൾ ലില്ലിയുടെ മൃതശരീരം പരിശോധിച്ചിട്ട് അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. ചൂട് നഷ്ടപ്പെട്ടു തുടങ്ങിയ ശരീരത്തിൽ അയാൾ ഇക്കിളിയിട്ടു. കേൾക്കാൻ കഴിയാത്ത ജഡത്തിനോട് കിന്നാരം പറഞ്ഞു. അയാൾ ആ ശരീരവുമായി ബന്ധം പുലർത്തിയിട്ട് അടുത്ത മുറിയിൽ കയറി മദ്യക്കുപ്പി തുറന്ന് 2 കവിൾ കുടിച്ചതിന് ശേഷം സാവധാനം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരാൾ അങ്ങോട്ട് കയറി ചെന്നത്. അടുത്ത നിമിഷം ഒരു വ്യാഘ്രത്തെ പോലെ റാംജിത്ത് അജ്ഞാതന്റെ മേൽ ചാടി വീണു. നോവലിന്റെ അവസാന ഭാഗത്തിനായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. വീണ്ടും കാണാം.